സഞ്ജുവിന്റെ ബാറ്റിങ്ങിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബാറ്റർമാരെ സംബന്ധിച്ചോളം പണ്ട് നമ്മൾ ചരിത്രം വെച്ച് നോക്കിയാൽ തന്നെ അറിയാം, ലോകത്തിലെ ക്ലാസ് ബാറ്റ്സ്മാൻമാരെ നമ്മൾ വാഴ്ത്തപ്പെടുന്ന മിക്കവരുടെയും ഏറ്റവും നല്ല കാലം 30 തൊട്ട് 35 വയസ്സ് വരെയുള്ളതാണ്. സ്റ്റീവോ അടക്കം എല്ലാവരും 30 to 35 ആണ്. ഇപ്പോൾ തെണ്ടുൽക്കറൊക്കെ വളരെ എക്സെപ്ഷണൽ ആയിട്ട് 16 വയസ്സിലും 17 വയസ്സിലൊക്കെ വന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈവൻ രാഹുൽ ദ്രാവിഡിൻ്റെയൊക്കെ തന്നെ നല്ല സമയം ഉണ്ടായിട്ടുള്ളത് മുഴുവൻ ഒരു 30 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ സഞ്ജുവിനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു പ്രൈമാണ് ബാറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്കെന്ന് പറയാം. എല്ലാ ഫോർമാറ്റിലേക്കും സഞ്ജു പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു ചർച്ചകൾ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു എല്ലാവരും ടെക്നിക്കലി ആൻഡ് മെൻ്റലി വളരെ പീക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇനി അടുത്തൊരു 4-5 കൊല്ലത്തേക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം. നമ്മൾ ഈ ഒബ്സർവേഷൻ കുറച്ചുകൂടെ നന്നാവും, പരാജയപ്പെട്ടും വിജയിച്ചും ഒക്കെ. മറ്റേ സമയത്ത് ഞാൻ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റിങ്സ് വെച്ചിട്ടാണ് കളിക്കുക. കുറച്ചുകൂടെ യങ്ങറായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിങ്റ്റിലാണ് കൂടുതൽ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇൻസ്റ്റിങ്റ്റിൻ്റെ കൂടെ ഇൻസ്റ്റിങ്റ്റിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതും കൂടെ നമ്മുടെ മനസ്സ് പറഞ്ഞു തരികയാണ്. അതാണ് ശരിക്കും മെച്യൂരിറ്റി ബാറ്റിങ്ങിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പൂർവ്വ കുറച്ച് ഏർലിയറായിട്ട് മെച്യൂറായിട്ടുള്ളവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇൻ ജനറൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ അച്ചീവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള ബാറ്റർമാരുടെയൊക്കെ ഒരു 80% ഞാൻ പറയാം അവരുടെ നല്ല കാലം എന്ന് പറയുന്നത് 30s ഉണ്ടായിട്ടുള്ളത്. ഇൻക്ലൂഡിങ് ജാവെദ് മിയാൻഡ, അലൻ ബോർഡർ, അവരുടെയൊക്കെ ഏറ്റവും നല്ല സ്കോഴ്സ് വന്നിട്ടുള്ള സമയം ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ.